എൻ്റെ ചാനലൊക്കെ കാണാത്തവരാണെങ്കിൽ എല്ലാവർക്കും ജെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ പറമ്പിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് മുളക് ചെടിയൊക്കെ നോക്കിയപ്പോൾ ഒരു കവറിൽ വെച്ചിരുന്ന മുളകാണ്. അതൊക്കെ മണ്ണൊക്കെ പോയി മറിഞ്ഞു കിടക്കുകയാണ്. അത് കാന്താരി മുളകാണ്, വെള്ളക്കാന്താരിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ എനിക്ക് മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായ കാരണം ഞാൻ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പഴയ ടയറുകൾ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ടയറ് 2 ഇങ്ങനെ അട്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ടയറും കൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉയരം കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. പുതിയ തൈ വയ്ക്കുകയാണെങ്കിൽ ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തൈ വയ്ക്കാം. ഇത് എൻ്റെ കവറിലിരുന്ന തൈ മറിഞ്ഞെടുക്കുകയാണ്. കവറാണെങ്കിൽ ആകെ കേടുവന്ന് പോയി. അപ്പോൾ അതിനി അതിലേക്ക് മണ്ണിടാനോ അല്ലെങ്കിൽ കവറ് പൊട്ടി പോവാണ് പിടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതാണ് ഞാനെടുത്ത് ഈ ടയറിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുളക് തൈനെ നമുക്ക് ടയറിലേക്ക് വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകളിലത്തെ ടയർ ഇത്തിരി ചെറുതാണ്. അപ്പോൾ അത് ഇറങ്ങില്ല. അപ്പോൾ ഞാനത് മുളക് തൈയുടെ മുകളിലൂടെയാണ് ഇറക്കി വെക്കുന്നത്. പിന്നെ ഇത് നന്നായി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വളങ്ങളിടാം, മണ്ണിട്ട് കൊടുക്കാം. അങ്ങനെ മുകൾ ഭാഗം വരെ നമുക്ക് മണ്ണിട്ട് ലെവൽ ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതായിട്ടുള്ള കരിയില അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഈ ചെറിയ ടയർ ഞാൻ മുകളിലൂടെയാണ് ഇട്ട് കൊടുത്തത്. കവറിൻ്റെ അടിഭാഗം വലുപ്പമുള്ള കാരണം മുകളിലൂടെ ടയർ ഇറക്കി. അപ്പോൾ ഒരുവിധം നമുക്ക് ഹൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് കൊടുത്താൽ മതി, മറിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതേ മണ്ണാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് കരിയിലയും മണ്ണും കമ്പോസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഇതാണ് ടയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഷെയറൊക്കെ ഒന്ന് ചെയ്യാം. കൃഷി താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കമ്പി കുത്തി കൊടുത്ത് അത് കെട്ടിക്കൊടുക്കാം. പിന്നെ വളങ്ങളൊക്കെ നമുക്ക് കപ്പലണ്ടി പിണ്ണാക്കോ വേപ്പും പിണ്ണാക്ക്, ചാണപ്പൊടി, കോഴിവളം ഇതൊക്കെ നമുക്ക് മാറി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ടയറിലേക്ക്. എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതേ കരിയിലൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ടയറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ വല്ല പാമ്പൊക്കെ കയറി കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചിലകളും ഇലകളൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ശീമക്കൊന്നയുടെ ഇല, മഞ്ഞളുടെ ഇല, പുളിയില ഇതൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഈ ടയറിൻ്റെ ഇടകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കയറില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വളം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇലകളൊക്കെ വെച്ച് കൊടുത്തു. ഇനി ഒരു ചെറിയൊരു കമ്പി വേണമെങ്കിൽ അടിയിൽ നമുക്ക് വെച്ച് കെട്ടാവുന്നതാണ്, മറിഞ്ഞു വീഴാണ്ടിരിക്കാനൊക്കെ. ഇതിപ്പോൾ ഹൈറ്റുള്ള കാരണം മറിഞ്ഞു വീഴില്ല. എന്നാലും വെള്ളക്കാന്താരിയൊക്കെ നല്ല വലുപ്പം വരും. അതുപോലെ തന്നെ നന്നായി ബ്രാഞ്ചസൊക്കെ വരുന്ന കാരണം വെയിറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ മറിയും. അതുകൊണ്ടാണ് ഇതിവിടെ ഒരെണ്ണം കമ്പി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കെട്ടിക്കൊടുക്കാം. പിന്നെ ഇതിനായിട്ട് ഇലകളിപ്പോൾ ഫില്ലായിട്ടില്ല ഫുള്ള്. അപ്പോൾ കുറച്ചും കൂടി ഇലകൾ നമ്മൾ പൊട്ടിച്ച് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം വരെ ഫില്ല് ചെയ്ത് നിർത്തണം. പ്രത്യേകിച്ച് ഈ ടയറിൻ്റെ ഇടകളിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുളക് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഈ മുളകോ വഴുതനയോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉള്ളവർ എപ്പോഴും എന്തെങ്കിലും എല്ലാ ആഴ്ചയിലും തെളിച്ചുകൊണ്ടിരിക്കുന്നതുമേ. അപ്പോൾ അധികം കീടങ്ങളും വരില്ല, ഫംഗസ് രോഗങ്ങളോ അല്ലെങ്കിൽ വെള്ളീച്ച ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടോണിക്ക് പോലെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ. ആ മഞ്ഞൾ നന്നായിട്ട് കലക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഡെറ്റോളാണ് കേട്ടോ. ഡെറ്റോള് ആൻറ്റിസെപ്റ്റിക്കാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. അത് നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിക്കുന്നുണ്ട്. അതധികം വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടി കൂട്ടി നമ്മളത് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുളകും തൈക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ പ്രാണികളുടെ ശല്യമൊക്കെ കുറയും.
അപ്പോൾ നമുക്ക് ഇത് സ്പ്രേയറിലൊഴിച്ച് മുളകിനും അതുപോലെ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ തളിച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഓരോന്ന് വെക്കുമ്പോഴും ഇതുപോലെ ഓരോന്ന് തളിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് പച്ചക്കറികളൊക്കെ നിൽക്കും. അപ്പോൾ കണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ. ലിക്വിഡ് ഇതുപോലെ ഉണ്ടാക്കി നോക്കും.